ഇതാണ് സുഹൃത്തുക്കളെ ഡീപ് സീക്ക്, ചൈനീസ് ചാറ്റ് റോബോട്ട്, ചൈനീസ് ചാറ്റ് ബോട്ട്. ചാറ്റ് ജി ടി പിക്ക് ബദലായിട്ട് ചൈനക്കാർ ഇറക്കിയിട്ടുള്ള കുഞ്ഞൻ ചാറ്റ് ബോക്സ് ആണിത്. ഇതിനകത്ത് നമുക്ക് ജനറിക് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാറ്റ് GPT എന്ത് ചെയ്തതോ അത് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഞാൻ ഹായ് ഡീപ് സീക്ക് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. കുറച്ച് സമയം എടുത്തു, സമയം എടുത്തിട്ടാണെങ്കിലും അത് റിപ്ലൈ ചെയ്തു. പിന്നീട് ഞാൻ ഇതിനകത്ത് എന്തൊക്കെ വേറെ കിട്ടും എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ ഡീപ് സീക്ക് വുഡ് ഹെൽപ്പ് മീ ടു ഇൻ മൈ സെറ്റ് എക്സാമിനേഷൻ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി കിട്ടാൻ കുറെ താമസിച്ചു. ഇത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ താമസിക്കുന്നത്? എനിക്ക് തന്നെ തോന്നി ഇത് AI പുതുതായിട്ട് വന്നതുകൊണ്ട് ആൾക്കാർ ഒരുപാട് ട്രാഫിക്കിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള സംശയം എനിക്കുണ്ടായി. ശരിയായിരുന്നു, ട്രാഫിക് നല്ല ട്രാഫിക് ഉണ്ടെന്ന് തോന്നി. അതിനകത്ത് തന്നെ മെസ്സേജ് വന്നു, ഇത് ട്രൈ അഗെയിൻ ലേറ്റർ എന്നൊക്കെ. പിന്നീട് ഇത് കുറെ കറങ്ങി നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ മനസ്സിലായി ഇത് പിന്നെ സമയം എടുക്കണം. അതുകൊണ്ട് ഞാൻ അവരുടെ ഈഗോ ഒന്ന് ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ഓക്കെ, യു ആർ ഫേസിങ് ഡിഫിക്കൽട്ടി ബിക്കോസ് യു ആർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ്. അപ്പോൾ തന്നെ അവർ മെസ്സേജ് തിരിച്ചയച്ചു. പകുതി എത്തിയപ്പോൾ തന്നെ തിരിച്ച് മെസ്സേജ് വന്നു, ഇതാ ഞങ്ങൾക്ക് ഇപ്പം ചെറിയ ട്രാഫിക് ജാം ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. അപ്പം തന്നെ അവർ ഓൾറെഡി ചാറ്റ് GPT മെസ്സേജ് അയച്ചു. ഞാൻ ആ മെസ്സേജ് കംപ്ലീറ്റ് ചെയ്ത് അയച്ചു. പക്ഷെ അപ്പം തന്നെ അവിടെ ഈഗോ ഹർട്ട് ചെയ്തതിനാൽ ആ നേരത്തെ വെച്ച ചോദ്യം മറ്റേ ചോദ്യം മൈൻഡ് ചെയ്യാതെ ആദ്യം വെച്ച ചോദ്യം, അതായത് സെറ്റ് എക്സാമിനേഷനെ പറ്റിയുള്ള എൻ്റെ സംശയത്തിന് മറുപടി ഇതാ കിടക്കുന്നു, ഒരു വലിയ എസ്സേ. അപ്പൊ വളരെ ബുദ്ധിപൂർവ്വം അവരുടെ ഈഗോ, ചാറ്റ് GPTയുടെ ഈഗോ, ഡീപ് സീക്കിന്റെ ഈഗോനെ ഹർട്ട് ചെയ്തപ്പം കൃത്യമായ മറുപടി ഇതാ വന്നിരിക്കുന്നു. വേറൊന്നുമല്ല, ഇത് AI തുടക്കമായതുകൊണ്ട് നല്ല ട്രാഫിക് ഉണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഫ്രീ ആയിട്ട്.